ലിജോ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ കുട്ടപ്പൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഇനി മുതൽ അങ്ങോട്ട് പ്രസ് സ്റ്റോപ്പിൽ ഈ എഡിറ്റോറിയലുകളെ കുറിച്ച് കൂടിയുള്ള, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വിവരങ്ങൾ കൂടിയൊക്കെ വേണം എന്ന്. നമുക്ക് വേഗത്തിൽ പ്രസ് സ്റ്റോപ്പിലേക്ക് കിടക്കാം. തീർച്ചയായും വേഗത്തിൽ പ്രസ് സ്റ്റോപ്പിലേക്ക് കിടക്കാം. ഒരുപാട് വാർത്തകളുണ്ട്. ആദ്യം തന്നെ പറയേണ്ടത് GST പരിഷ്കാരവുമായി അല്ലെങ്കിൽ അതിൻ്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പരിഷ്കരണം ഇന്നു മുതൽ GST 2.0 ധമാക്ക എന്നുള്ളതാണ് മാതൃഭൂമിയുടെ ഇന്നത്തെ വാർത്ത. ഒരു പക്ഷേ വളരെ വെൽ ക്രാഫ്റ്റഡ് ആണ്, വളരെ ഗംഭീരമായി ആ വാർത്തയെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് മാതൃഭൂമി. 413 ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും. ഇനി സമ്പാദ്യോത്സവം എന്ന മോദിയുടെ കാര്യം പറയുന്നുണ്ട്. 5% ഉള്ള എങ്ങനെയാണ് 0%, അതായത് GST ഇല്ലാത്ത എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, 18% GSTയിൽ എന്തൊക്കെ വരും, 40% എന്തൊക്കെ വരും എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം ലോട്ടറി വില കൂടില്ല എന്നുള്ളതാണ്. GST പരിഷ്കാരത്തിൻ്റെ ഭാഗമായി 40% ലോട്ടറിക്ക് വില വരിക. പക്ഷേ നിലവിൽ ഇന്നു മുതൽ അത് പ്രാബല്യത്തിൽ വരുമെങ്കിലും ഇവിടെ ലോട്ടറിക്ക് വില കൂടുന്നില്ല എന്നുള്ളതാണ് ആ വാർത്ത. ഈ മാസം 27 നറുക്കെടുക്കുന്ന തിരുവോണം ബമ്പറിനും വില കൂടില്ല എന്നുള്ളതാണ് ഈ വാർത്തയിൽ പറയുന്നത്. മറ്റൊന്ന് ഓൺലൈൻ തട്ടിപ്പിൽ വീഴേണ്ടതെന്നുള്ളതാണ്. ഇത്തരത്തിൽ GST പരിഷ്കാരവുമൊക്കെ വന്നുവിട്ട് വലിയ തരത്തിൽ സാധനങ്ങൾക്ക് വില കുറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓൺലൈൻ ആപ്പുകളിലും വലിയ തോതിലുള്ള വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങാൻ ഇപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള മെഗാ സെയിലൊക്കെ നടക്കുന്നൊരു സമയമാണ്. ചില ലിങ്കുകളിൽ, അതായത് ഇത് ആധികാരികമായ ആപ്പുകളുടെ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും യഥാർത്ഥ സൈറ്റുകളിൽ നിന്ന് സമാനമായ വെബ്സൈറ്റുകളിലേക്ക് എത്തും. പണം നൽകിക്കഴിഞ്ഞാൽ മിക്കവാറും മറ്റെന്തെങ്കിലും വസ്തുക്കളൊക്കെ ആയിരിക്കും ആളുകൾക്ക് ലഭിക്കുക. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ അത്തരത്തിലുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാവുകയെന്നും SMS-ഉം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ലഭിക്കുന്ന ലിങ്കുകളും വളരെ ശ്രദ്ധിച്ച് മാത്രമേ അത് നോക്കാവൂ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. അത്തരത്തിൽ അത് വളരെ ഗംഭീരമായി ഇന്ന് GST ധമാക്ക എന്ന പേരിൽ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, കുട്ടികൾ കുറഞ്ഞു, ആധാറിലും പാളിച്ച എന്നുള്ളതാണ്. അത് 4090 അധ്യാപകർ പുറത്തേക്ക് എന്നുള്ളതാണ് വാർത്ത. അത് സംസ്ഥാനത്തെ വാർത്തയാണ്. PK മണികണ്ഠൻ്റെ ബൈലൈനുള്ള വാർത്തയാണ്. പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ കുറഞ്ഞതിന് പുറമെ ആധാർ പരിഗണിക്കുന്നതിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വീഴ്ചയും വരുത്തിയതോടെ നഷ്ടമാകുന്നത് 4000-ലേറെ അധ്യാപക ഒഴിവുകൾ എന്നുള്ളതാണ്. 1,25,000 കുട്ടികളുടെ കുറവുണ്ട് എന്നാണ് വിലയിരുത്തൽ. അത്തരത്തിലുള്ള ഓരോ ജില്ലകൾ തിരിച്ചുകൂടിയുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന നിലയ്ക്ക് മാതൃഭൂമി അത്തരമൊരു വാർത്ത കൂടി ഇന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, മനോരമയിലേക്ക് വരുമ്പോൾ മനോരമയുടെ ഇന്ന് ഒരുപക്ഷെ GSTയുമായി ബന്ധപ്പെട്ട അതിന് ഉൾപേജുകളിൽ വലിയ വാർത്തയുണ്ട്. പക്ഷേ ആദ്യ പേജിൽ, 1-ാം പേജിൽ അത് ഒരു സമ്പാദ്യോത്സവത്തിന് തുടക്കം വന്നൊരു ചെറിയ വാർത്തയ്ക്ക് അപ്പുറത്തേക്ക് വലിയൊരു വാർത്തയായിട്ടല്ല മനോരമ ഇന്ന് 1-ാം പേജിൽ പ്ലേസ് ചെയ്തു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ തിരക്കിട്ട നീക്കം പിന്നെയും പിൻവാതിൽ എന്നുള്ളതാണ് ഇന്ന് മനോരമയുടെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. സ്ഥിരപ്പെടുത്തൽ വിധി തെറ്റായി വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ്. വകുപ്പുകൾ പട്ടിക തയ്യാറാക്കി തുടങ്ങി. 10 വർഷം ജോലി ചെയ്തവർ പട്ടികയിൽ. നടപടി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് എന്നുള്ളതാണ് ആ വാർത്ത. അങ്ങനെ ഒരു വാർത്ത ഇന്ന് മനോരമ 1-ാം പേജിൽ, അതാണ് മനോരമയുടെ 1-ാം പേജിലുള്ള വാർത്തയെ വന്നിരിക്കുന്നത്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ വാർത്തകൾ ഇതിൽ, അതായത് GSTയുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. മറ്റു വാർത്തകൾക്കൊപ്പം H1B വിസയിലും ട്രംപിൻ്റെ പ്രഹരം തുടരും ദാസ്യം എന്നുള്ളതാണ് ഇന്ന് ദേശാഭിമാനി കൊടുത്തിരിക്കുന്ന വാർത്ത. ഫീസ് വർധന നിലവിൽ വന്ന ഞായറാഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരണമൊന്നും നടത്തിയില്ല എന്നുള്ളതാണ്. പ്രതികാര ചുങ്കം, ചത്ത സമ്പദ് വ്യവസ്ഥ എന്ന ആക്ഷേപം, ചബാഹർ തുറമുഖത്തിന് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തൽ എന്നിവയിലും പ്രധാനമന്ത്രി മൗനം പാലിച്ചു എന്നുള്ളതാണ് ദേശാഭിമാനിയിൽ ഈ വാർത്ത കൊടുത്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു വാർത്തയും ദേശാഭിമാനിയിൽ തന്നെ ഉള്ളതാണ്. കേരളം തിളങ്ങുന്ന മാതൃക എന്ന് കർണാടക മന്ത്രി പറഞ്ഞു എന്നാണ്. നേട്ടം കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന അതിജീവിച്ച് കേരളത്തെ പ്രകീർത്തിച്ചത് KC വേണുഗോപാലിൻ്റെ സാന്നിധ്യത്തിൽ എന്നുള്ളതാണ് ആ വാർത്ത. അങ്ങനെ ഒരു വാർത്ത കൂടി ഒരു 1-ാം പേജിൽ തന്നെ ഇന്ന് ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട്. മറ്റൊരു വാർത്ത അത് മാധ്യമത്തിലെ വാർത്തയാണ്. മറ്റു പത്രങ്ങളിലും ആ വാർത്തകളുണ്ട്. പക്ഷേ അത് 1-ാം പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാധ്യമം ഇന്ന് കൊടുത്തിരിക്കുന്നത് അംഗീകരിച്ച് UK, ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങൾ ലോകം ഫലസ്തീൻ രാഷ്ട്രത്തിനൊപ്പം എന്നുള്ളതാണ്. പുതുതായി അംഗീകരിച്ചത് 10-ലേറെ രാജ്യങ്ങൾ എന്ന ഒരു വലിയ 4 കോളം വാർത്തയായി ഇന്ന് 1-ാം പേജിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത അതാണ്.
മറ്റ് പത്രങ്ങളിലൊന്നും അങ്ങനെ കാണാതിരുന്ന ഒരു വാർത്തയാണ്. അത് ഇന്ന് ജന്മഭൂമിയിലൊരു വാർത്തയുണ്ട്. അത് ഹൈദരാബാദും ABVP പിടിച്ചു എന്നുള്ളതാണ്. ഇടതുകോട്ട തകർത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വാർത്തയാണ്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ABVP സ്ഥാനാർത്ഥികളായ സൗരവ് ശുക്ല അടക്കമുള്ള ആളുകളുടെ ഒരു ഫോട്ടോ കൊടുത്തുകൊണ്ടുള്ള ഒരു ചിത്രമാണ്. 2018 ഇതിനു മുമ്പ് ABVP അവിടെ സീറ്റുകളിൽ 6 സീറ്റും പിടിച്ചിരുന്നു. അതുപോലെ തന്നെ ഇത്തവണ പിടിച്ചു എന്ന് പറയുന്ന ഒരു വാർത്തയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. വീണ്ടും ഒന്നാം പേജുകളിലെ മറ്റു വാർത്തകളിലേക്ക് വന്നാൽ അത് ഏതാണ്ട് ഒരു സ്പോർട്സ് വാർത്തയാണെങ്കിൽ പോലും അതിനെ മാതൃഭൂമി കൈകാര്യം ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഹെഡ്ലൈൻ അങ്ങനെ ആയതുകൊണ്ടാണ് ആ വാർത്ത പറയണമെന്ന് വിചാരിച്ചത്. വിട്ടുവീഴ്ചയില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ മറ്റെന്തോ വലിയൊരു കാര്യം പറയുന്നത് പോലെയാണ്. സ്പോർട്സിനെ അത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് മാതൃഭൂമി ഒന്നാം പേജിൽ നിന്ന് വിട്ടുവീഴ്ചയില്ല എന്നുള്ള ഹെഡ്ലൈൻ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. പാകിസ്ഥാനെ വീണ്ടും തകർത്ത് ഇന്ത്യ. ഏഷ്യ കപ്പ് സൂപ്പർ 4-ൽ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. പാക് താരങ്ങൾക്ക് കൈ കൊടുത്തില്ല. അഭിഷേക് ശർമ്മ കളിയിലെ താരം അടക്കമുള്ള വാർത്തകളെല്ലാം ചെയ്തുകൊണ്ടാണ് വിട്ടുവീഴ്ചയില്ല എന്ന പേരിൽ ഒരു വാർത്ത മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. മനോരമയിൽ ഒരു വാർത്ത, അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രിയങ്കരനായ മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയുടെ ഒരു ഫോട്ടോയാണ്. അത് രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ഫാൽക്കെ അവാർഡ് പുരസ്കാരം ലഭിച്ച സന്തോഷം പങ്കുവയ്ക്കാൻ നടൻ മോഹൻലാൽ കൊച്ചിയിലെത്തിയപ്പോൾ എന്നുള്ളൊരു ഫോട്ടോയാണ്. അതൊരു രസകരമായൊരു ഭംഗിയുള്ള ഫോട്ടോ. അത് മറ്റു പത്രങ്ങളിലും ഉണ്ട്. പക്ഷേ മനോരമ കുറേ കൂടെ നന്നായി അത് പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് കാണുമ്പോൾ തോന്നുക. മനോരമയിൽ തന്നെ മറ്റൊരു വാർത്തയുണ്ട്. അതിൽ ഈ മോഹൻലാലിൻ്റെ ഈ വാർത്തയിൽ തുടരും ലാൽ രസം എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഹെഡ്ലൈനായി അല്ലെങ്കിൽ അതിന് അടിക്കുറിപ്പായി കൊടുത്തിരിക്കുന്നത്. മറ്റൊരു വാർത്ത മനോരമയിലുള്ളത്, അതും ഇത്തരത്തിൽ ഒരു കലിയും കാര്യവുമായി പറയാവുന്ന ഒരു വാർത്തയാണ്. കേരളം കുതിച്ച് വിവാഹമോചന കേസുകൾ, ബ്രേക്കില്ലാതെ ബ്രേക്കപ്പ് എന്നുള്ളതാണ്. വർഷം 1,10,000 വിവാഹം നടക്കുന്നു. 30,000 ഡിവോഴ്സ് കേസുകളാണ്. അതായത് 1/3 ഡിവോഴ്സ് കേസുകൾ വരുന്നു എന്നുള്ളതാണ്. ഇത്രത്തോളം വിവാഹമോചന കേസുകൾ കൂടി വരുന്ന ഒരു സ്ഥലമാണ്. ഒരുപക്ഷെ ആരോഗ്യകരമായ സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാവും എന്ന തരത്തിൽ എന്നൊക്കെ നമുക്ക് പറയാവുന്ന, അല്ലെങ്കിൽ ആ തരത്തിലുള്ള കണക്കുകളാണ്. പക്ഷേ അതിനെ മനോരമ ഇന്ന് ബ്രേക്കില്ലാതെ ബ്രേക്കപ്പ് എന്ന പേരിലാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. മാതൃഭൂമിയുടെ 4-ാം പേജിലൊരു വാർത്തയുണ്ട്. അത് ഒരു മൊട്ടത്തലയന്മാരുടെ വാർത്തയാണ്. അതിൽ പക്ഷേ കൗതുകം എന്ന് പറയുന്നത് മൊട്ടത്തലയന്മാർ ഒത്തുകൂടി ലോക സമാധാനത്തിനായി എന്നുള്ളതാണ്. വെള്ളവസ്ത്രം ധരിച്ച് ഷേവ് ചെയ്ത് തിളങ്ങുന്ന മൊട്ടത്തലയുമായി 100 കണക്കിന് പേർ ഒത്തുകൂടി. അവർ സമാധാനം ഉണ്ടാകേണ്ടത് തലയിൽ നിന്നാണ് എന്ന ആശയത്തെ വെച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു വാർത്ത കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മൊട്ടത്തലയന്മാർ കൊച്ചി മെട്രോയുമായി ചേർന്നാണ് ഇത്തരത്തിലൊരു സംഗമം നടത്തിയത്. ഈ ലോകം മുഴുവൻ കലുഷിതമായൊരു കാലത്ത് നിങ്ങളുടെ തലയിൽ കുറച്ച് വെളിച്ചം ഉണ്ടാവണം എന്ന് പറയുന്ന തരത്തിൽ തല മുട്ടയടിച്ച കുറേ ആളുകൾ ലോക സമാധാനത്തിനായി ഉണ്ട്, അല്ലെങ്കിൽ അവർ അത്തരത്തിൽ ഇറങ്ങി എന്നുള്ളതാണ് ആ വാർത്ത. ഇംഗ്ലീഷ് പത്രങ്ങളിൽ അത് ഹിന്ദു ആണെന്നൊരു പ്രധാനപ്പെട്ട വാർത്ത. മറ്റു പത്രങ്ങളിൽ അങ്ങനെ ആ വാർത്ത കാണാത്തത് കൊണ്ടാണ്. ബീഹാർ തെരഞ്ഞെടുപ്പുമായി 2 വാർത്തകളാണ് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഹിന്ദുവിലുള്ളത്. അതിലൊന്ന്, നിതീഷ് കുമാർ ഈസ് ദ ഫേസ് ഓഫ് ദ NDA ഇൻ ബീഹാർ ആൻഡ് വിൽ ബി ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന വാർത്തയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഫേസ് എന്ന് പറയുന്നത് നിതീഷ് കുമാർ തന്നെയായിരിക്കും. അദ്ദേഹം തന്നെ അടുത്ത തവണയും മുഖ്യമന്ത്രിയാകും എന്ന് പറയുന്ന JDയുടെ വർക്കിംഗ് പ്രസിഡന്റ് സഞ്ജയ് കുമാർ ഝാ ദ ഹിന്ദുവിന് മൈൻഡ് സീരീസ് എന്ന ഹിന്ദുവിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു എന്ന വാർത്തയാണ്. ഒരു ആങ്സൈറ്റി ഒന്നുമില്ല, അല്ലെങ്കിൽ SIR ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. കാരണം JDU സംബന്ധിച്ചിടത്തോളം മുസ്ലിം വോട്ട് അവർക്ക് പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ SIRമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ബാധിക്കില്ല എന്ന് പറയുന്നൊരു 4 കോളം വാർത്തയാണ് അത് കൊടുത്തിരിക്കുന്നത്. മറ്റൊന്ന് RJDയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഡോട്ടർ സ്പോർട്സ് ഹിൻഡ് എ ഫ്രഷ് ഫ്യൂഡ് ഇൻ ലാലു ഫാമിലി എഹെഡ് ഓഫ് പോൾസ് എന്നുള്ളതാണ്. അതായത് ലാലു പ്രസാദ് യാദവിൻ്റെ രോഹിണി ആചാര്യ എന്ന മകൾ കഴിഞ്ഞ ദിവസം അവിടെ RJD നേതാക്കളുടെ ഒരു യാത്ര നടക്കുന്ന സമയത്ത് അവിടെ പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് സഞ്ജയ് യാദവ് എന്ന പൊളിറ്റിക്കൽ അഡ്വൈസർ, ഫോർമർ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ കൂടിയായ തേജസ്വി യാദവിനൊപ്പം വാഹനത്തിൽ കയറിയതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. അത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉടലെടുത്ത് വരുന്നു. അതായത് തേജസ്വി യാദവ് മറ്റാളുകൾ, കുടുംബത്തിനപ്പുറത്തേക്ക് മറ്റാളുകളിലേക്ക് കൂടി പാർട്ടിയുടെ സ്വാധീനം വിട്ടുകൊടുക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം അവിടെ വരുന്നു എന്നുള്ളതൊരു സോഷ്യൽ മീഡിയ പോസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അത്തരത്തിൽ രോഹിണി ആചാര്യ അത്തരത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു വീട്ടിൽ എന്നുള്ളതാണ്. 2022 ലാലു പ്രസാദ് യാദവിന് കിഡ്നി ദാനം ചെയ്ത്, അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ രോഹിണിയാണ് അന്ന് കിഡ്നി ദാനം ചെയ്തത്. അങ്ങനെ അന്ന് വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരാളാണ് രോഹിണി ആചാര്യ.
അത്തരത്തിലൊരു വാർത്ത കൂടി ഇന്ന് ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 2 വാർത്ത ദ ഹിന്ദുവിൽ നമുക്ക് കാണാൻ പറ്റും. മാതൃഭൂമിയിലേക്ക് വീണ്ടും വന്നാൽ മാതൃഭൂമിയുടെ 7-ാം പേജിലൊരു വാർത്തയുണ്ട്. അത് CPI സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ്, പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ്. അതിൽ തന്ത്രങ്ങളിൽ മാറ്റം വേണം എന്നുള്ളതാണ്. ഇന്ത്യ ബ്ലോക്ക് പാർട്ടികൾ തമ്മിലുള്ള സമീപനത്തിൽ പുനരാലോചന വേണം എന്നുള്ളതാണ്. ഇന്ത്യ ബ്ലോക്കിനകത്തെ മുഴുവൻ പാർട്ടികളും അവരുടെ സഖ്യകക്ഷികളുള്ള നിലവിലെ സമീപനത്തിലും തന്ത്രങ്ങളിലും പുനർവിചിന്തനം വേണം എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. വയനാട്ടിൽ ഇടതുപക്ഷത്തിനും CPIക്കുമെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ആഴത്തിലുള്ള പ്രതിപക്ഷ ഐക്യത്തിന് തടസ്സമാകുന്നു എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത അതിൽ കൊടുത്തിരിക്കുന്നത്. കേരള കൗമുദിയിലും സമാനമായൊരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 75 വയസ്സ് എന്നുള്ള പ്രായപരിധി ഒരു പ്രശ്നമായി അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു പ്രായപരിധി എങ്ങനെ ആണ് മറികടക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. അതായത് മുതിർന്ന ആളുകൾ ആരും തന്നെ കസേര ഒഴിഞ്ഞു പോകാൻ തയ്യാറാകാത്തത് കൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി പാർട്ടിക്കുണ്ട്. യുവാക്കൾക്ക് കടന്നു വരാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ 75 വയസ്സ് പിന്നിട്ട D രാജ സെക്രട്ടറി സ്ഥാനം മാറുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുമ്പോഴാണ് അത്തരത്തിലൊരു കാര്യം അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അതിലൊരു വാർത്ത. മറ്റൊന്ന് മാതൃഭൂമിയിൽ തന്നെ മാതൃഭൂമിയുടെ 7-ാം പേജിൽ തന്നെയുള്ള മറ്റൊരു വാർത്ത രാജ്യവ്യാപകമായി SIR ഒക്ടോബർ നവംബർ മാസങ്ങളിൽ എന്നുള്ളതാണ്. സെപ്റ്റംബർ 30 തയ്യാറാകണമെന്ന് സംസ്ഥാനങ്ങളോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആശങ്ക അറിയിച്ച് പ്രവാസികൾ എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക അക്കാര്യത്തിലുണ്ട്. തപാൽ വോട്ട് വേണമെന്നും ആവശ്യം. അതായത് ഇവിടെ ഇപ്പോൾ കാലങ്ങളായി ഇല്ലാത്ത പ്രവാസികളായ ആളുകളെ സംബന്ധിച്ച് വോട്ടുകൾ വലിയൊരു പ്രശ്നമാകും എന്നുള്ള ഒരു വാർത്തയും ഉണ്ട്. അങ്ങനെ നിരവധി വാർത്തകൾ ഇനിയും ഉണ്ട്. കൗതുകമുള്ളതും അല്ലാത്തതുമായ ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസമാണ്. ഇനി നമുക്ക് ഒരുപാട് വാർത്തകളുണ്ട്. മറ്റൊരു കാര്യം എഡിറ്റോറിയലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കുറെ കൂടി സമഗ്രമായ എഡിറ്റോറിയൽ കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് നാളെ മുതൽ നമുക്കത് അക്കാര്യം കൂടി പരിഷ്കരിച്ച് മുമ്പോട്ട് പോകാം. ഇനി ഹർഷനിലേക്ക്. റൈറ്റ്, ലിജോയാണ് ഇപ്പോൾ പ്രസ് സ്റ്റോപ്പുമായി എത്തിയത്.